Hello and welcome to a new video. Today we'll be discussing about concept of paradigm. കുറേ പേര് കമൻ്റ് ഇട്ട ഒരു ടോപ്പിക് ആയിരുന്നു പാരഡൈം. അതുകൊണ്ട് decided to take a session on this topic. So without much ado, let's get started. If you haven't subscribed this channel yet, then please do subscribe, like and share and support. A theory is an explanation to the happenings in the world. It is not just an assumption. Instead, theory is based on scientific facts. അപ്പം തിയറി എന്താണെന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. ദെൻ വിൽ മൂവ് ഓൺ ടു പാരഡൈം. തിയറി എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെയും എക്സ്പ്ലനേഷൻ, സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആവാം, അല്ലെങ്കിൽ ജനറൽ സോഷ്യോളജിക്കൽ ആസ്പെക്റ്റ് ഡെഫിനേഷൻ ആകാം. ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യും. സോ ആ ഒരു എക്സ്പ്ലനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിയറി എന്ന് പറയുന്നത്. കണ്ടീഷൻ ഉണ്ട്, ഇറ്റ് ഷുഡ് ബി സംതിങ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാലിഡ് ഡേറ്റ. ഒരു അസംഷൻ, ഇങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു എന്നല്ല നമ്മൾ പറയാം, അല്ലേ? വി ഡിഫൈൻ ഇറ്റ് ആസ് എ വാലിഡ് തിങ് വിത്ത് റെലവൻറ്റ് പ്രൂഫ്സ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഫാക്ട്സ്. അതല്ലാത്ത കേസസും ഉണ്ട്, but still that is the basis of theory. There are many theories till now to explain various things such as the evolution of the modern world, globalization, etc. അപ്പം സയൻറ്റിഫിക് അല്ലാത്ത കേസസും ഉണ്ട്, ലൈക്ക് ഗ്ലോബലൈസേഷൻ ഡിഫൈൻ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ബട്ട് സ്റ്റിൽ വി നോ ദാറ്റ് ഇറ്റ്സ് എ വാലിഡ് ഡെഫിനേഷൻ. ആ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു വാലിഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ അസംഷൻസ്. സോ അങ്ങനത്തെ ഒരു ഡെഫിനേഷൻ, ഒരു പ്രോപ്പർ ഡെഫിനേഷനും വാലിഡിറ്റിയും ഉള്ള ഒരു എക്സ്പ്ലനേഷനെയാണ് നമ്മൾ എന്തു പറയുന്നത്, തിയറി. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ അങ്ങനെ തിയറീസ് ഉണ്ടാക്കുമ്പോൾ ഇൻ ദ ഇനീഷ്യൽ ഫേസസ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് തിയറീസ്, മോസ്റ്റ് ഓഫ് ദ തിയറീസ് ആർ ഇൻകംപ്ലീറ്റ് ഓർ കംപ്ലീറ്റിംഗ് വിത്ത് വൺ അനദർ. അപ്പം ആ തിയറീസ് ഫോം ചെയ്യുന്ന സമയത്ത് പല കോൺസെപ്റ്റ്സും അതിൽ മിസ്സിങ് ആയിരിക്കും. അതൊരു കംപ്ലീറ്റ് തിയറി ആവണം എന്നില്ല. പല കാര്യങ്ങളും മിസ്സിങ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിയറീനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഡെഫിനേഷൻസ് ഒക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പല കേസസ് നമുക്കറിയാം. സോ ലേറ്റർ തിയറീസ് ബിക്കം പ്രോമിനൻറ്റ്. അപ്പോൾ അങ്ങനെ സ്ലോലി ഡെവലപ്പ് ചെയ്തിട്ട് ആയിരിക്കും നമ്മളൊരു പ്രോപ്പർ തിയറി. ഓക്കെ, തിയറി വണ്ണിൽ നിന്ന് നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തി ഡിഫൈൻ ചെയ്ത് പല കറക്ഷൻസും വരുത്തിയിട്ടായിരിക്കും നമ്മൾ എന്ത് കൊണ്ടുവരിക, തിയറി 2 ഡിറൈവ് ചെയ്യുക. അപ്പം തിയറി 2 ആയിരിക്കും അങ്ങനെ എസ്റ്റാബ്ലിഷ് ആകുന്നു. അങ്ങനെ ഒരു പ്രോപ്പർ തിയറി ഫോം ചെയ്തു എന്ന് നമുക്ക് പറയാം. സം തിയറീസ് എമേർജ്ഡ് ആസ് ഡോമിനൻറ്റ്. അതിൽ ചിലതൊക്കെ ഡോമിനൻ്റ് ആയിട്ട് വരുമ്പോൾ പഴയ തിയറി ചിലപ്പം റിഡണ്ടൻ്റ് ആവും, പഴയ തിയറിക്ക് വാല്യൂ ഇല്ലാതെ വരാം. ചില സമയത്ത് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യാം. അങ്ങനെ പല കാറ്റഗറീസും ഉണ്ടാകും. എനിവേസ്, ആ ചേഞ്ച് ഫ്രോം വൺ തിയറി, അല്ലെങ്കിൽ ആ തിയറിക്ക് ചേഞ്ചസ് സംഭവിച്ച് പുതിയൊരു തിയറി ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നമ്പർ ഓഫ് ചേഞ്ചസ്, അതിനെയാണ് നമ്മൾ പാരഡൈം എന്ന് പറയുന്നത്. ഈ ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് വാട്ട് വി റെഫർ ടു ആസ് പാരഡൈം. സോ ദർ ഇസ് വൺ തിയറി, certain changes are input. ചിലപ്പം ക്രിട്ടിക്സ് വഴി വരുത്തുന്ന ചേഞ്ചസ് ആവും, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന ചേഞ്ചസ് എൻകോർപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം പുതിയൊരു തിങ്കർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് വന്നിട്ട് പറയുന്നു, അതായത് ഈ പഴയ തിയറിയിൽ ഈ ഒരു ആസ്പെക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, സോ അതും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നു. അല്ലെങ്കിൽ പല സയൻറ്റിഫിക് പ്രൂഫുകൾ കൊണ്ടുവന്നിട്ട് പറയുന്നു പഴയ തിയറിയിൽ ഈ മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഓരോ സ്ലോ ചേഞ്ചസ് ഉണ്ട്. ചേഞ്ചസ് വന്നു കഴിയുമ്പോഴായിരിക്കും പുതിയൊരു തിയറി ഫോം ചെയ്യുന്നത്. സോ ആ സീരീസ് ഓഫ് ചേഞ്ചസ് ഇസ് വാട്ട് വി റെഫർ ടു ആസ് പാരഡൈം. സോ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തോമസ് കൺ എന്ന് പറയുന്ന തിങ്കറാണ്. സോ ഹീ ഡിഫൈൻഡ് ഇറ്റ് ആസ് പാരഡൈം, ഈ സീരീസ് ഓഫ് ചേഞ്ചസ്. സോ ഇത് രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് നമുക്ക് ഒരു രീതിയിൽ വേണമെങ്കിൽ പറയാം. എല്ലാം തിയറീസ് തന്നെയാണ്, പക്ഷേ ആ തിയറി ടു തിയറിയിൽ വരുന്ന ചേഞ്ചസ് സ്ലോ ചേഞ്ചസ്, ഗ്രാജുവൽ ചേഞ്ചസ് ആണ്. എങ്കിൽ പോലും ആ ഒരു സ്വിച്ച്, തിയറി 1 ഇസ് റെലവൻറ്റ്, അതിൽ കുറേ ചേഞ്ചസ് വരുത്തി അറ്റ് എ സർട്ടൺ പോയിൻറ്റ് അത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രോം തിയറി 1 ആകുമ്പോൾ നമ്മൾ എന്ത് തന്നെ പേരിടും, തിയറി 2 എന്ന് പേരിടും. സോ ആ ഒരു ചേഞ്ചസ് സഡൻ എന്നാണ് തോമസ് കൺ പറയുന്നത്. World is changing at a fast pace, hence new theories will come into existence and some theories become redundant and some other theories will turn into false by the new theories and will be rejected if found wrong. Development within a discipline, especially science, is not a gradual process, but in fact it takes place quite suddenly. So these sudden changes are called paradigm shifts. We already discussed these points. Our term ഓർത്തിരിക്കുക, ഈ ഒരു ചേഞ്ച്, സഡൻ ചേഞ്ച്, പല ചേഞ്ചസ് അതിൽ വരുത്തുമെങ്കിലും
അത് കംപ്ലീറ്റ്ലി ഒരു ന്യൂ തിയറി അല്ലെങ്കിൽ ന്യൂ ഒരു കോൺസെപ്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു നിമിഷം അതിനെയാണ് നമ്മൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഗ്രാജുവൽ ആക്ച്വലി. ഗ്രാജുവൽ പ്രോസസ്സ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു സ്വിച്ച് സഡൻലി ആണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് പാരഡൈം ഷിഫ്റ്റ്. And hence we can say that theories and paradigms are somewhat interconnected to each other. According to Kunhn, science and by extension social science undergoes such processes in 3 phases. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് അതൊരു പ്രോസസ്സ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പ്രീ സയൻറ്റിഫിക് ഫേസ് കാണും, അതായത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ നമ്മൾ പുട്ട് ഫോർവേഡ് വെക്കും വിത്ത് നോ വാലിഡ് പ്രൂഫ് ഓർ വാലിഡ് എക്സ്പെരിമെൻറ്റ്സ്. നമ്മൾ ജസ്റ്റ് ഒരു തോട്ട് പ്രോസസ്സ് മുമ്പിൽ വെക്കുന്നു. സോ ദാറ്റ് ഇസ് പ്രീ സയൻറ്റിഫിക് ഫേസ്, ആ ഒരു ഫേസിനെ പറയുന്നത്. ദെൻ കംസ് ദ നോർമൽ സയൻസ് ഫേസ് വെയർ വി ഡു ദ ഇനഫ് നമ്പർ ഓഫ് റിസർച്ചേഴ്സ്, experiments, all those things. That is normal science. And the third phase is where the shift happens. അതായത് ആ ചേഞ്ചസും പ്രൂഫ്സും എക്സ്പെരിമെൻറ്റ്സും എല്ലാം തെളിയിക്കും that the previous theory has some changes. അങ്ങനെ സ്ലോലി സഡൻലി ഒരു അറ്റ് എ പോയിന്റ് എന്ത് സംഭവിക്കുന്നു, തിയറി 2 ഫോം ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദ പാരഡൈം ഷിഫ്റ്റ്. അപ്പോൾ ഈ ഒരു 3 ഫേസസ് ഓർത്തിരിക്കുക. പ്രീ സയൻറ്റിഫിക് ഫേസ് ഉണ്ടാകും, then comes the normal science phase, then comes the actual paradigm shift. As an example, I just remember this. Ptolemy said like earth is not moving whereas the sun is revolving around the earth. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അറ്റ് ദ സെയിം ടൈം ആഫ്റ്റർ മെനി എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് സ്റ്റഡീസ് കോപ്പർനിക്കസ് came and said like it's not the fact, sun is constant and is placed at a specific location and the earth is revolving around the sun. അപ്പം വാലിഡ് സയൻറ്റിഫിക് പ്രൂഫ്സ് കൊണ്ടുവന്നപ്പോൾ പ്രീവിയസ് തിയറീനെ കൗണ്ടർ ചെയ്യുന്ന പോലെയായിരുന്നു ന്യൂ തിയറി. സ്ലോലി പീപ്പിൾ സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിംഗ് ദി സെക്കൻഡ് തിയറി ബേസ്ഡ് ഓൺ പ്രൂഫ്സ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. സോ ദാറ്റ് ചേഞ്ച് ഇസ് വാട്ട് വി കോൾ ആസ് പാരഡൈം ഷിഫ്റ്റ്. A paradigm shift implies a new view of the world, its perception, perspective, and overall attitudes of the world community charges and changes with great speed. Charges അല്ല changes. സോ ആ ഒരു വേൾഡ് കമ്മ്യൂണിറ്റിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, പെർസെപ്ഷനിലും പെർസ്പെക്റ്റീവിലും ആറ്റിറ്റ്യൂഡിലും ഒക്കെ ഓവറോൾ വരുത്തുന്ന മാറ്റങ്ങളും കൂടിയാണ് ഈ പാരഡൈം ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദസ് ദ കോൺസെപ്റ്റ് ഓഫ് പാരഡൈം ഹാസ് 2 ആസ്പെക്ട് ഓഫ് ഇറ്റ്. ഒന്ന് ഗ്ലോബൽ പാരഡൈമും ഒന്ന് ലോക്കൽ പാരഡൈമും. ലോക്കൽ പാരഡൈം ഒരു ഡിഫൈൻഡ് ടേം അല്ലെങ്കിൽ പോലും ഗ്ലോബൽ പാരഡൈം ഇസ് വാട്ട് സംതിങ് ദാറ്റ് മീൻസ് ഓവറോൾ ദ വേൾഡ് ബിലീവ്സ് ഇൻ ഇറ്റ്. അപ്പോൾ അതൊരു പാരഡൈം അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെ ലോകം മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഒരു ചേഞ്ച് ആണെങ്കിൽ, ഒരു ഷിഫ്റ്റ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ ഗ്ലോബൽ പാരഡൈം. ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഓഫ് തിയറീനെ നമ്മൾ ഗ്ലോബൽ പാരഡൈം എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം ഗ്ലോബലി ആക്സെപ്റ്റഡ് ആണെങ്കിൽ പോലും ചില ചേഞ്ചസ് അല്ലെങ്കിൽ ചില തിയറീസ് ലോക്കൽ സൊസൈറ്റി അതിനെ അംഗീകരിക്കില്ല. ലോക്കൽ സൊസൈറ്റിക്ക് അപ്പോഴും പഴയ വിശ്വാസം അല്ലെങ്കിൽ അവർ പണ്ട് വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കാനായിരിക്കും താല്പര്യം. സോ സച്ച് പാരഡൈംസ് ആർ കോൾഡ് ലോക്കൽ പാരഡൈംസ്. അപ്പം ഗ്ലോബൽ പാരഡൈം ആൻഡ് ലോക്കൽ പാരഡൈം എന്ന 2 ആസ്പെക്റ്റും ഉണ്ട് എന്ന് ഓർത്തിരിക്കും. സിൻസ് ദർ ഇസ് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ഹാപ്പനിങ് ടു എ തിയറി, സോഷ്യോളജിക്കൽ തിയറീസിന് അതിൻ്റെതായ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതിൻ്റെ റീസൺസ് പലതാണ്. വി വിൽ ജസ്റ്റ് ഡിസ്കസ് 4 ഓഫ് ദം. First one is the huge amount of data that have been generated throughout the world, especially after the World War II. World War IIന് ശേഷം ഓരോ സൊസൈറ്റിയിലും ഉണ്ടായ മാറ്റങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാസ് ദാറ്റ് വെ കളക്റ്റഡ്. ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളുകൾ, മരിച്ചു പോയ ആൾക്കാർ, ദേ ആർ സെൻസസ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, അവരുടെ ഹെൽത്ത് സ്റ്റേറ്റസ്, ഇതെല്ലാത്തിൻ്റെ ബേസിസിൽ വി ഗോട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ. ആ ഡേറ്റ വെച്ചിട്ടുള്ള റിസർച്ചും ക്ലാസിഫിക്കേഷനും ഒക്കെ പല തിയറീസിനും അത് വലിയൊരു ചാലഞ്ചായിരുന്നു. ആ തിയറിക്ക് ചിലപ്പം ചേഞ്ച് വരാതിരിക്കാം. അങ്ങനത്തെ ഒരു വലിയൊരു ചാലഞ്ച് സോഷ്യോളജിക്കൽ തിയറീസിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഡ്യൂ ടു ദാറ്റ് റീസൺ. സെക്കൻഡ് റീസൺ ഇസ് ദ പ്രോസസ് ഓഫ് ചേഞ്ച് ദാറ്റ് ആർ ടേക്കിംഗ് ഷേപ്പ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് സൊസൈറ്റി. ഒബ്വിയസ് റീസൺ ആണല്ലേ. അന്നും ഇന്നും എപ്പോഴും റെലവെൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. എവറി സൊസൈറ്റീസ് കീപ്പ് ഓൺ ചേഞ്ചിങ്. സൊസൈറ്റിയിലെ പല ഹയറാർക്കിയും ഉണ്ട്. മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്, ഹയർ സൊസൈറ്റി, ലോ ക്ലാസ് സൊസൈറ്റി, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, കാസ്റ്റ്, ഇതിൻ്റെ എല്ലാം ബേസിസിൽ വരുന്ന മാറ്റങ്ങൾ കാരണം തിയറീസിന് മാറ്റം വരാം. Society at large had undergone some significant period of time. Colonial
Bharana Mari, when many countries were freed from colonial rule. So that was a huge change. Then World War II came to an end. That was again a huge change. So all these things also led to the change of different sociological theories. Fourth is due to some misconception about sociology as a subject, that it is basically meant to solve the current problem. So there was a misconception about sociological theories that ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. ദാറ്റ് സോഷ്യോളജിക്കൽ തിയറീസ് ഉണ്ടാക്കിയിരിക്കുന്നത് കറണ്ട് ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയറീസ് ഉണ്ടാക്കുന്നത് എന്നൊരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ബേസിസിൽ കുറേ ചേഞ്ചസും തിയറീസിൽ വന്നു. ബട്ട് ദാറ്റ്സ് നോട്ട് എ ഫാക്ട്. Sociological theories are put forward to understand the scenario and to understand the situation. അതിന് വരുന്ന മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അഗെയിൻ ദി സൊസൈറ്റി അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, നോട്ട് ദി തിയറി ഇറ്റ് സെൽഫ്. സോ ദാറ്റ് വാസ് വൺ ഓഫ് ദ റീസൺ ഫോർ ഡിഫറെൻറ്റ് ചേഞ്ചസ് ദാറ്റ് വർ മെയ്ഡ് ടു ഡിഫറെൻറ്റ് സോഷ്യോളജിക്കൽ തിയറീസ്. അപ്പോൾ ഒരു സോഷ്യോളജിക്കൽ തിയറി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ ഭയങ്കര പാടാണ്. ഐ മീൻ ദ ചാലഞ്ചസ് ദാറ്റ് ദീസ് തിയറീസ് ഫേസസ് ആർ ഹ്യൂജ്. അപ്പോൾ ആ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ 4 പോയിന്റ്സിൽ ഡിസ്കസ് ചെയ്തത്. So that's it. Thanks for watching, and if you did like this video and found it helpful, then please like, share and subscribe, and share it with your friends as well. If you have any doubts, please put in the comment section. Thank you.